കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ നവവധു മൊഴിമാറ്റിയതോടെ അന്വേഷണം പ്രതിസന്ധിയിൽ. കേസിലെ ഒന്നാം പ്രതിയും വധുവിന്റെ ഭർത്താവുമായ രാഹുലിനോട് മാപ്പ് ചോദിച്ച യൂട്യൂബ് വീഡിയോ ആണ് പുറത്തുവന്നത്. ഇതോടെ കേസ് പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. വിവരങ്ങൾ നൽകാൻ ആനന്ദ് പുതൂർ ചേരുകയാണ് കോഴിക്കോട് നിന്നും. ആനന്ദ്, ഗുഡ് മോർണിംഗ്. ഇവിടെ ഏറെ പ്രമാദമായൊരു കേസാണ്, ഏറെ വിവാദമായ കേസാണ്. കേരളം എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അതിലാണ് മറ്റൊരു ട്വിസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് ഈ നവവധുവിനെ യൂട്യൂബ് വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രതി എന്ന് പറയുന്ന ആരോപിക്കപ്പെടുന്ന രാഹുൽ, അതായത് തൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് അല്ലേ. ഈ ഒരു തുറന്നു പറച്ചിൽ എത്രത്തോളം വെട്ടിലാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘത്തെ അടക്കം. തീർച്ചയായും കെ പി, ഈ കേസിലെ പ്രധാന വാദിയായ യുവതി തന്നെ മൊഴി മാറ്റിയതോടെ അന്വേഷണ സംഘം യഥാർത്ഥത്തിൽ പ്രതിസന്ധിയായിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് പറയാം. കാരണം ഈ കേസിലെ ഒന്നാം പ്രതിയായ രാഹുലിനെ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഈ വാദി തന്നെ, അതായത് ഈ രാഹുലിൻ്റെ നവവധു തന്നെ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോയുമായി രംഗത്തെത്തിയത്. ഈ കേസിലെ എല്ലാ കാര്യങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ടുള്ള, റദ്ദ് ചെയ്യുന്ന ഒരു പ്രസ്താവനയായിരുന്നു, ഒരു വെളിപ്പെടുത്തലായിരുന്നു യുവതി ഇന്നലെ യൂട്യൂബ് വീഡിയോയിൽ പങ്കുവച്ചത്. നമുക്കറിയാം ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന കാരണം എന്ന് പറയുന്നത് തന്നെ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട് ഈ നവവധുവിനെ മർദ്ദിച്ചു എന്നാണ്. എന്നാൽ യുവതി പറയുന്നത് തന്നോട് ഈ രാഹുൽ സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല, 150 പവനും ഒരു കാറും ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് വക്കീലിൻ്റെ അത്തരത്തിലുള്ള നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരത്തിലൊരു കേസ് ഈ രാഹുലിനെതിരെ നൽകിയതെന്നാണ് യുവതി പറയുന്നത്. മാത്രമല്ല ഈ ചെയ്ത തെറ്റുകൾക്കെല്ലാം യുവതി പരസ്യമായി മാപ്പ് പറയുന്നുണ്ട്. അതായത് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇത്തരത്തിൽ താൻ ഈ രാഹുലിനെതിരെ കേസുകളെല്ലാം നൽകിയത്. രാഹുൽ തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, തന്നെ അത്രയധികം കരുതലോടെ കൂടി തന്നെയാണ് ജീവിച്ചിരുന്നത്. പക്ഷേ ഈ വീട്ടുകാർ ഇടയിൽ വന്നുകൊണ്ട് ഇത്തരത്തിൽ അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റുകയായിരുന്നു. പിന്നീട് രാഹുലിനെതിരെ നീങ്ങാൻ തീരുമാനിച്ചത് വീട്ടുകാരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ്, അതായത് ആത്മഹത്യാ ഭീഷണിക്ക് വഴങ്ങിയാണ് ഇത്തരത്തിൽ രാഹുലിനെതിരെ കേസ് കൊടുക്കേണ്ടി വന്നത് എന്നുള്ളൊരു വെളിപ്പെടുത്തലുമായി യുവതി എത്തിയിരിക്കുന്നത്. മാത്രമല്ല മർദ്ദിച്ചു എന്ന് യുവതി പറയുമ്പോഴും ആ മർദ്ദനം തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ ഒരു മർദ്ദനമാണ്. വളരെ 2 തല്ല് മാത്രമേ രാഹുൽ തന്നെ തല്ലിയിട്ടുള്ളൂ. ബാക്കി തനിക്ക് പറ്റിയ മറ്റു പരിക്കുകൾ അതിനുശേഷം താൻ കരഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് പോയപ്പോൾ അവളെ വീണത് മൂലമുണ്ടായതാണെന്നാണ് യുവതി പറയുന്നത്. യുവതി പറയുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ 2 ചെറിയ തോതിലുള്ള 2 മർദ്ദനങ്ങൾ മാത്രമാണ് താൻ നേരിട്ടത്. പിറ്റേ ദിവസം ഇത്തരത്തിൽ അടുക്കള കാണൽ ചടങ്ങുമായി യുവതിയുടെ ബന്ധുക്കൾ വീട്ടിലേക്ക് വരികയും തുടർന്ന് ബന്ധുക്കളുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ശേഷമാണ് തനിക്ക് ഇത്തരത്തിൽ 2 അടി കിട്ടി എന്ന് യുവതി പറയുന്നത്. എന്നാൽ അതോടുകൂടി തന്നെ ഈ വിഷയം യുവതിയുടെ ബന്ധുക്കൾ ഏറ്റെടുക്കുകയായിരുന്നു. തുടർന്ന് യുവതിയെയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് പോവുകയും പോലീസിലേക്ക് കേസുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയായിരുന്നു. അപ്പോൾ യുവതി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ബെൽറ്റ് ഉപയോഗിച്ചോ മൊബൈലിൻ്റെ വയർ ഉപയോഗിച്ചോ ഒന്നും തന്നെ മർദ്ദിച്ചിട്ടില്ല. തനിക്ക് രാഹുലിൻ്റെ വീട്ടിൽ നിന്നും പോകാൻ മനസ്സുണ്ടായിരുന്നില്ല, പക്ഷേ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഇത്തരത്തിൽ പോയത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഈ കേസ് വലിയൊരു വിവാദമായതാണ്. മാത്രമല്ല 2 പോലീസുകാർക്കടക്കം അത്തരത്തിൽ സസ്പെൻഷൻ കിട്ടുന്ന ഒരു തലത്തിലേക്ക് പോലും ഇവിടെ ചുരുക്കത്തിൽ യുവതിയുടെ വെളിപ്പെടുത്തലിലൂടെ ചുരുക്കത്തിൽ വെട്ടിലായിരിക്കുന്ന ഒരു അന്വേഷണ സംഘത്തോടൊപ്പം വീട്ടുകാരുമാണല്ലേ? തീർച്ചയായും കെ പി, വീട്ടുകാരടക്കം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം അടക്കം ഈ വീട്ടുകാരുമായി ജൻ ടിവിയുടെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്, അതായത് ഇവിടെ അച്ഛൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ യുവതിയെ ഈ രാഹുൽ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിക്കുകയാണ്. അയാൾ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ അത്തരത്തിൽ മാനസികമായി പരിവർത്തനം ചെയ്യിപ്പിച്ചിരിക്കുന്നു യുവതിയെ. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു യൂട്യൂബ് വീഡിയോ യുവതി പുറത്തേക്ക് കൊണ്ടുവരാൻ കാരണമെന്നാണ് യുവതിയുടെ അച്ഛൻ പറയുന്നത്. മാത്രമല്ല സഹോദരൻ അടക്കം ഇത്തരത്തിൽ ഈ യുവതിയെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരത്താണ് ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് യുവതി നിൽക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ യുവതിയെ ബന്ധപ്പെടാൻ വീട്ടുകാർക്ക് എന്തായാലും സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ വീട്ടുകാർ ബന്ധപ്പെട്ടിട്ട് അവർക്ക് യുവതിയെ കൃത്യമായി കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി വീണ്ടും യുവതിയുടെ ഇതേ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് പറയുന്നത് തന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല, തന്നെ ആരും നിർബന്ധിച്ചുകൊണ്ടല്ല താൻ ഇത്തരത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നുള്ള ഒരു വിശദീകരണമായി യുവതി വീണ്ടും എന്തായാലും ആ യൂട്യൂബ് ചാനൽ വഴി എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പോലീസുകാരും യുവതിയുടെ ബന്ധുക്കളും ശരിക്കും പ്രതിസന്ധിയിലായി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ യുവതിയുടെ കൂടെ നിന്ന് ബന്ധുക്കളടക്കം ഇപ്പോൾ തൃശങ്കൂലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് 2 അന്വേഷണ ഉദ്യോഗസ്ഥരെ സസ്പെൻഷൻ നടത്തുന്ന ഒരു സ്ഥലത്തേക്ക് അടക്കം പോയിരുന്നു. എന്തായാലും ഈ കേസ് മുറുകുന്നതിനിടയ്ക്ക് പ്രധാനപ്പെട്ട വാദിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുണ്ടായതുകൊണ്ട് തന്നെ ഇനി ഏത് തലത്തിലേക്കായിരിക്കണം അന്വേഷണം മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഒരു സംശയം പോലീസുകാർക്കുണ്ട്. എന്തായാലും കൂടുതൽ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇനി കേസിൻ്റെ തുടർഗതി. കെ പി.
അത് തന്നെയാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും കുടുംബക്കാർ വീട്ടിലായിരിക്കുകയാണ്, അന്വേഷണ സംഘം വീട്ടിലായിരിക്കുകയാണ്, ആകെ ത്രിശങ്കൂലായ അവസ്ഥയാണ്. ഇനി ഏത് തരത്തിലുള്ള നീക്കം നടത്തണം എന്ന കാര്യത്തിൽ അവർ സ്വാഭാവികമായും നിയമോപദേശം തേടിയായിരിക്കും മുന്നോട്ട് പോവുക. ആനന്ദ് പുതൂരാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.